പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ ഫലമാകുന്ന സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുന്ന വ്യക്തികളായി നമുക്ക് ഓരോരുത്തർക്കും മാറ്റപ്പെടാം. ആ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്താൽ നിറയപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. റോമാലേഖനം 13-ാം അധ്യായം വായിക്കുമ്പോൾ 10-ാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, നിയമത്തിൻ്റെ പൂർത്തീകരണം സ്നേഹമാണ്. നിയമത്തിൻ്റെ പൂർത്തീകരണം. മോശയുടെ കരങ്ങളിലൂടെ ദൈവമായ കർത്താവ് 10 കൽപ്പനകൾ കൊടുത്തുവെങ്കിൽ അതിനുശേഷം പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ ഒരു നിയമത്തിൻ്റെ പൂർത്തീകരണമായ മറ്റൊരു കൽപ്പന നൽകി. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്ന സ്നേഹത്തിൻ്റെ കൽപ്പന. ആയതിനാൽ നാം ഓരോരുത്തരും ഒന്ന് തിരിച്ചറിയണം, നിയമത്തിൻ്റെ പൂർത്തീകരണം സ്നേഹമാണ്. ദൈവസ്നേഹമാണ് നിയമത്തിൻ്റെ പൂർത്തീകരണം. ഈ ദൈവസ്നേഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഹൃദയത്തിൽ അവിടുന്ന് ആലേഖനം ചെയ്തിരിക്കുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥം, ഈ സ്നേഹത്തിൻ്റെ നിയമം നമ്മളിൽ ആലേഖനം ചെയ്തിരിക്കുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ജെറമ്യയുടെ പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 33-ാം തിരുവചനം. കർത്താവ് അരുളി ചെയ്യുന്നു, ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും, എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിൽ എഴുതും, ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവും ആയിരിക്കും. എത്രയോ മഹത്തായ സ്നേഹം, എത്രയോ മഹത്തായ വചനം. ആ ദൈവസ്നേഹത്തിൻ്റെ അവസ്ഥ വചനം പറയുകയാണ്, ആ ദിവസം വരുമ്പോൾ. ഏത് ദിവസമാണ്? ഇവിടെ ഒരു വിജാതീയനായിട്ട് ദൈവസ്നേഹം അനുഭവിക്കുവാൻ സാധിക്കാതെ കൊണ്ട് ജനിച്ചു വളർന്ന നമ്മെ ഓരോരുത്തരെയും, ഒരു കാട്ടൊലിവിൻ്റെ മുളയായിരുന്ന നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് മുറിച്ചെടുക്കുന്ന സമയം. കാട്ടൊലിവിൻ്റെ മുളയായി തിന്മയ്ക്കടിമപ്പെട്ട് ജീവിച്ച, പാപത്തിന് അടിമപ്പെട്ട് ജീവിച്ച, പാരമ്പര്യമായി നമ്മളിലേക്ക് കടന്നു വന്ന ശാപത്തിൻ്റെയും തകർച്ചയുടെയും ദുരിതത്തിൻ്റെയും എല്ലാം തിന്മയ്ക്ക് അടിമപ്പെട്ട് ജീവിച്ച നമ്മുടെ മുമ്പിലേക്കൊരു സമയം. അങ്ങനെ ജീവിച്ച ഒരു കാട്ടൊലിവായിരുന്ന നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് മുറിച്ചെടുത്ത്. റോമാലേഖനം 11:17 പറയുന്നുണ്ട്, 11:17 പറയുന്നുണ്ട്, കാട്ടൊലിവിൻ്റെ മുളയായതിനെ മുറിച്ചെടുത്ത് നാട്ടൊലിവിലേക്ക് ഒട്ടിച്ചേർത്ത ഒരു സമയം. അത് മറ്റൊന്നുമല്ല സഹോദരങ്ങളെ, വിശുദ്ധ മാമോദിസായ. മാമോദിസ എന്ന കുദാശയിലൂടെ ക്രിസ്തുവിൻ്റെ നാട്ടൊലിവ് എന്ന് പറയുന്നത് യേശുക്രിസ്തു തന്നെയാണ്. ആ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിലേക്ക് നമ്മളെ ഒട്ടിച്ചു ചേർത്ത സമയം. ആ സമയം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും. ഇസ്രായേൽ, പഴയ ഇസ്രായേലിലെ പുത്തൻ ഇസ്രായേൽ, മാമോദിസ എന്ന കൂദാശയിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി മാറ്റപ്പെട്ട പുത്തൻ ഇസ്രായേൽ. അതാണ് തിരുസഭാ മക്കൾ. അതാണ് തിരുസഭാ മക്കൾ. ആ തിരുസഭാ മക്കൾ ആ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി മാറ്റപ്പെട്ടപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഈ തിരുസഭാ മക്കളുമായിട്ട് ചെയ്യുന്ന ഉടമ്പടി ഇതാണ്. ഏതുടമ്പടി? ദൈവം സ്നേഹമാകുന്നു. ദൈവം സ്നേഹമാകുന്നു. നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന കൽപ്പന. നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്നും പരസ്പരം പങ്കുവയ്ക്കണമെന്നും ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ കൽപ്പന. ആ ദൈവം ഈ കൽപ്പന നൽകുന്നത് മാത്രമല്ല, ആ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് വാസമുറപ്പിക്കുന്ന സമയം. അതും ആ സമയമാണ്. ഒന്ന് മാമോദിസായിലൂടെ, 2 സ്ഥൈര്യലേപനത്തിലൂടെ,
3 വിശുദ്ധ കുർബാനയിലൂടെ. ഈ 3 മേഖലകളിലൂടെയും യേശു നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് വാസമർപ്പിക്കുകയാണ്. അങ്ങനെ വാസമർപ്പിക്കുന്ന ആ വ്യക്തിയോട് പറയുകയാണ്, നിൻ്റെ ഉള്ളിൽ ഞാൻ നിയമം, സ്നേഹത്തിൻ്റെ നിയമം നിക്ഷേപിക്കും എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് നിക്ഷേപിക്കുമെന്ന് ഇവിടെ കർത്താവ് വാഗ്ദാനം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനെ നിക്ഷേപിക്കുമെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്യുന്നു. എന്തുമാത്രമല്ല, ഇതവരുടെ ഹൃദയത്തിൽ ഞാൻ എഴുതും. അവരുടെ ഹൃദയത്തിൽ ഞാനിത് എഴുതും. എങ്ങനെ? ഹൃദയത്തിൽ എഴുതുന്നത്. അതായത് മോശയുടെ കാലഘട്ടത്തിൽ ദൈവമായ കർത്താവ് കൽഫലകകളിൽ തൻ്റെ കൈവിരലുകൾ കൊണ്ടെഴുതി മോശയുടെ കരങ്ങളിൽ കൊടുത്തു. ആ മോശ അത് തല്ലിപ്പൊട്ടിച്ച് കലക്കി കുടിപ്പിച്ചു. എന്നാൽ ഇതാ വീണ്ടും നമ്മുടെ കർത്താവ് കൈവിരൽ കൊണ്ട് എഴുതുന്നുണ്ട്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിയുവാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ കർത്താവ് നിലത്ത് കൈകൾ കൊണ്ട് എഴുതുന്നുണ്ട്. അത് മറ്റൊന്നുമല്ലായിരുന്നു, ആ സ്നേഹത്തിൻ്റെ കൽപ്പനയായിരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്നുള്ള സ്നേഹത്തിൻ്റെ കൽപ്പന അവിടെ നിന്ന് മുൻകൂട്ടി എഴുതുന്നു. അതുകൊണ്ടാണ് ശിഷ്യന് അവിടെ നിന്ന് ആൾക്കാരുടെ കല്ലെറിയാൻ വന്നവരോട് ചോദിച്ചു, നിങ്ങളിൽ പാവമില്ലാത്തവരെ കല്ലെറിഞ്ഞോളാൻ പറഞ്ഞു. അവരിട്ടച്ച് പോയി. ഈശോയുടെ സ്നേഹം. അവളോട് ചോദിച്ചു, ആരും നിന്നെ കല്ലെറിയുന്നില്ലേ? ഇല്ല കർത്താവേ, ഞാനും നിന്നെ അറിയുന്നില്ല, നീ പൊക്കൂ, മേലിൽ നീ പാപം ചെയ്യരുത്. സ്നേഹത്തിൻ്റെ കൽപ്പന. ഈ സ്നേഹമായിരിക്കട്ടെ ക്രിസ്തു അവളോട് കാണിച്ച ആ സ്നേഹമായിരിക്കട്ടെ നമുക്കും മറ്റുള്ളവരിലേക്ക് ഒഴുക്കുവാനായിട്ടുള്ള വഴി. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവ് ഈശോയെ, അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും സ്നേഹിച്ചതുപോലെ, അവിടുന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ ഇവയെല്ലാം ആലേഖനം ചെയ്തതുപോലെ, കർത്താവ് ഈശോയെ, അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ നിറച്ച് അഭിഷേകം ചെയ്യണമേ. ആ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിൻ്റെ ഫലമാകുന്ന സ്നേഹത്താൽ നിറയ്ക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.